ഇന്ദ്രൻസിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എൻ്റെ സിനിമയിൽ എങ്ങനെ ഈ സ്ഫടികത്തിൽ അഭിനയിച്ചു എന്നുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ അപ്പി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, തിരുവനന്തപുരത്തൊരു നല്ല കോസ്റ്റ്യൂമറുണ്ട് സാർ, വളരെ മിടുക്കനാണ്, ഓടി നടന്ന് പണിയെടുക്കും. അപ്പോൾ ഞാൻ ശരി നമുക്കൊന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻസ് എൻ്റെ അടുത്ത് വരുന്നു. ഇന്ദ്രൻസ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമോ ഒന്നും എനിക്ക് അറിയില്ല. കോസ്റ്റ്യൂമറായിട്ട് അപ്പി പരിചയപ്പെടുത്തുന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയത്തുമില്ല. അപ്പം ഞാൻ ഈ സ്ഫടികത്തിൻ്റെ കഥയുടെ ചില വശങ്ങൾ ഇന്ദ്രൻസിനോട് പറയാൻ തുടങ്ങി. അപ്പോൾ പല പല ഘട്ടങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഈ സിനിമയിൽ അഭിനയിച്ച് നമ്മൾ കാണുന്ന പോലെ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചോട്ടെ, ഇത് കൊള്ളാമല്ലോ ഇത്. അപ്പോൾ അതിനകത്തൊരു പൂക്കോയുടെ ഒരു വേഷമുണ്ട്. അപ്പോൾ പൂക്കോയുടെ അസിസ്റ്റൻ്റായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കാസ്റ്റ് ചെയ്താലോ. അപ്പം ഞാൻ ഈ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ നിർത്തിച്ചു. ഇന്ദ്രൻസ് നമുക്ക് സിനിമയിൽ നിന്ന് അഭിനയിച്ചാലോ? സാർ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഞാൻ ചോദിച്ചു കോസ്റ്റ്യൂം ഡിസൈനോ? ഇല്ല, അത് വളരെ സെക്കൻഡറി ആണ്, എനിക്ക് അഭിനയമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണ് പുള്ളി ഈ സ്ഫടികത്തിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ അഭിനയിക്കുന്ന സമയത്തൊക്കെ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സ്റ്റാർട്ട് ക്യാമറ, പുള്ളി വളരെ യാതൊരു തരത്തിലുള്ള സങ്കോചമില്ലാതെ വളരെ കൃത്യമായിട്ട് അഭിനയിക്കുന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം ചില സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കേരളത്തിൽ നടനായിട്ട് പുള്ളി അറിയപ്പെടുന്നുണ്ടെന്നൊക്കെ ഞാൻ അപ്പോഴേ അറിയാം. ഇടിയോടിടി ഇടിയെന്ന് പറഞ്ഞാൽ പോരാ, ഇടിവെട്ടി ഇടി, ഒറ്റ മുതുകത്തു വെള്ളിടി, ഒന്ന് കാണേണ്ട ഇടി. നാട്ടിൽ ഇങ്ങനൊരു ഇടി നമ്മൾ കണ്ടിട്ടില്ല. ഒടുക്കത്തെ ഇടി. മൊയിലാളി ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ ഇടിക്കോ നാട്ടിൻ ചോര കുടിച്ച പോരെ മൊയിലാളി. അത് നമ്മളെ കുതിരപ്പാവന്റെ പവറാ. കുറ്റിയോട് കളിച്ചാ അങ്ങനെ ഇരിക്കും. അല്ലോ മൊയിലാളി, നമ്മൾ കുറ്റിക്കാരന്റെ ഇടി അല്ല പറഞ്ഞേ, തോമാച്ചായന്റെ തുണി പറിച്ചിടി. ഇടിച്ച് ജീപ്പേ കയറ്റി ഊന്നുവടി കൊണ്ട് പെടലിക്കൊരു കൊളുത്തിപ്പിടി. ആഹാ ആഹാ. അല്ല, ഞാൻ ഇതിനകത്തൊരു ഘട്ടം ആലോചിക്കരുതേ. ഇദ്ദേഹം അതിനകത്തൊരു ഘട്ടത്തിനകത്ത് ഡൂപ്പില്ലാതെ യാതൊരു ഇൻഫർമേഷനും ഇല്ലാതെ ഒരു ഷോട്ട് ചെയ്തു. എൻ്റെ കൺസെപ്റ്റ് പൂക്കോയുടെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ കഥയിലൊരു കഥാപാത്രമായ പൂക്കോയും ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് എന്തോ ഈ കല്യാണത്തെ ചൊല്ലി പൂക്കോയ്ക്ക് അതൃപ്തി തോന്നത്തക്ക രീതിയിൽ ഇന്ദ്രൻസ് എന്തോ പറയും. അപ്പോൾ ഇവനെ എടുത്ത് വേമ്പനാട്ട് കയ്യിൽ നടുക്കെടുത്ത് ഒറ്റ ഏറ. അപ്പോൾ ആ ഷോട്ട് ചെയ്യാൻ ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ വേറൊരു ഇന്ദ്രൻസിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷോട്ട് ഓണായി ആക്ഷൻ പറഞ്ഞ ഉടനെ ഡൂപ്പ് ചാടേണ്ടി വന്നില്ല. ഇന്ദ്രൻസ് എടുത്ത ഒറ്റ ചാട്ടം നടുക്കായലിനകത്ത് എല്ലാവരും ഷോക്കായിപ്പോയി. നീന്തറിയോ? നമുക്കറിയുമല്ല. പിന്നെ ബോട്ടങ്ങ് പോയി എവിടെയോ പുള്ളി എഴുന്നേൽക്കുന്ന കാണുക. പിന്നെ ഇനിയും പറയും, അല്ലോ നമ്മുടെ ഉമ്മാന്റെ നെഞ്ചാപ്രേഷനത്തിന് കാശ് ചോദിച്ചപ്പോ കിടപ്പാറ വിറ്റോളാനല്ല ഇങ്ങനെ പറഞ്ഞ. ഇങ്ങളുടെ കൂടെ 30 വർഷം നിന്ന് എത്തിച്ചോറുന്നതിന് നന്ദി ഇങ്ങൊണ്ടാ പോടാ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എന്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞാലും അതിനകത്ത് റിസ്ക് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വകവെക്കാതെ, അതിൻ്റെ ഏറ്റവും വലിയ തമാശ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ദ്രൻസ് നിനക്ക് ഇത് നീന്താൻ അറിയാമായിരുന്നു ചോദിച്ചു. സാർ, ആ ഏണ്ടൊക്കെ കുറേശ്ശേയൊക്കെ അറിയാമെന്നല്ലാതെ. ഞാൻ പറഞ്ഞു കായലല്ലേ ചാടിയത്, പക്ഷെ നില ഉണ്ടായിരുന്നല്ലോ. വേമ്പനാട്ട് കായലല്ലേ, അങ്ങനെ അധികം വെള്ളമുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. ഭാഗ്യത്തെ നിലയില്ലായിരുന്നെങ്കിലോ? നിലയിലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ചത്തുപോയായിരുന്നു നിസ്സാരമായിട്ട്. ഡെഡിക്കേഷൻ ഓർത്തോളി, പുള്ളി ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻസ്, ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് യു. മറ്റൊരു നടനുണ്ട് ഇപ്പോൾ കോമഡിയൊക്കെ ചെയ്യുന്ന, അതല്ലെങ്കിൽ ഇന്ദ്രൻസിൻ്റെ കൂടെ തന്നെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേംകുമാർ. അദ്ദേഹം ആദ്യം ഒരു സിനിമയിൽ ഫസ്റ്റ് എനിക്കാണ് പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി അതിനു മുമ്പ് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ബക്കർജിയുടെ പടം, ബക്കർ സാറിൻ്റെ പടത്തിലാണ്. അപ്പോൾ പ്രേംകുമാർ സഖാവായിട്ട് പി കൃഷ്ണപിള്ളയുടെ ബയോഗ്രാഫി ചെയ്യണ സിനിമയിൽ ബക്കർജി അത് എടുക്കാനായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂമറായിരുന്നു. അപ്പോൾ അതിൽ പി കൃഷ്ണപിള്ളയായിട്ട് പുള്ളി അഭിനയിച്ചല്ലോ, കുറച്ച് കുറേ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പൂജയ്ക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഏതോ വർക്കിനിടയ്ക്കാണ്. അപ്പോൾ ആ കോസ്റ്റ്യൂമൊക്കെ തീർന്നില്ലായിരുന്നു. ഞാൻ ധൃതിയിൽ ഇത് ചിത്രാഞ്ജലിയെ കൊണ്ട് EMS ഒക്കെ ആയിരുന്നു എൻ്റെ പൂജയ്ക്കൊക്കെ. ചെല്ലുമ്പം ആ കൂട്ടത്തിൽ പൂജയൊക്കെ നടക്കണ്, ഒരാൾ മാത്രം ഉടുപ്പിടാൻ നിൽക്കുന്നു, പ്രേംകുമാർ. ഒറ്റ കൊണ്ട് മാത്രമേ. അതിന് കൊണ്ടിട്ട് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വായിച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെ. അത് ശരി, അത് കൊള്ളാം. അപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയായിട്ട് അഭിനയിച്ച് പിന്നീട് നിങ്ങൾ ഒരുമിച്ച് കുറേ സിനിമകളിൽ അഭിനയിച്ചല്ലോ. രാമൻ നായകനായ ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറേ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് പ്രേംകുമാർ. അപ്പോൾ അദ്ദേഹം സമാഗമത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കൂടി ക്ഷണിക്കാം.
അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നടൻ ശ്രീ പ്രേംകുമാർ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രേംകുമാറിനെ കുറിച്ചും പിന്നെ സഖാവ് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ കുറച്ച് ദൂരമായിരുന്നു. ശരിക്കും എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങളിലൊന്നാണ് ഇന്ദ്രേട്ടനായിട്ടുള്ള എൻ്റെ സൗഹൃദം അല്ലേ? അത് സിനിമയിലും ജീവിതത്തിലും. അത് ശരി. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ശരിക്കും സഖാവ് ബക്കർ സാറിൻ്റെ എൻ്റെ ആദ്യ സിനിമ മുതൽ ഉള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അത് ഇന്നും തുടരുന്നു. ഒരുപാട് സിനിമകൾ ഞങ്ങൾ പിന്നീട് അഭിനേത പിന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ജഗതി ചേട്ടൻ ചെയ്യുന്ന കല്യാണ ഉണ്ണികൾ. അതിലാണ് ഞാനൊരു നടനായിട്ട് ശരിക്കും കാണുന്നത് ഇന്ദ്രനെ കാണുന്നത്. അതിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. പക്ഷേ ഞങ്ങൾ പിന്നെ കോമ്പിനേഷൻ ഇല്ല. അത് കഴിഞ്ഞ് കുറേ സിനിമകൾ, അരങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതാണ് ആദ്യമായിട്ട് എൻ്റെ റിലീസ് ചെയ്യുന്ന ചന്ദ്രശേഖർ. അതിലും കോസ്റ്റ്യൂം ഇന്ദ്രേട്ടനും ചേട്ടനുമാണ്. പിന്നെ അവിടെ നിന്നിട്ട് കുറേ സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച്. അതിലാണ് പിന്നെ പ്രധാനപ്പെട്ട സിനിമയാണ് അനിയമ്പാവ. എനിക്ക് ഓർമ്മയുണ്ടായില്ല. രാജസേനൻ സാറ് സംവിധാനം ചെയ്ത റാഫി മക്കാറ്റിൻ്റെ. അതിൽ ഞങ്ങളൊരു കോമ്പിനേഷനാണ് വളരെയേറെ ഒരു ശ്രദ്ധിക്കപ്പെട്ടതും. പിന്നെ കുറേ സിനിമകൾ അങ്ങനെ. ഒരേ സമയം ഞങ്ങൾ ഒരു 5-6 സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചു. അടുത്തടുത്ത പല ലൊക്കേഷനുകളിൽ ഒരേ സമയം. ഇന്ദ്രേട്ടൻ്റെ വലിയ തിരക്കുള്ള ഒരു സമയം വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. പലർക്കും അറിഞ്ഞൂടാത്തൊരു മുഖം ഇന്ദ്രേട്ടനുണ്ട്. നല്ലൊരു പിന്നെ പുസ്തക വായനക്കാരനാണ്. ആണോ? അത് ഇതുവരെ പറഞ്ഞില്ല, ഒളിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം എന്നോട് പല പല ക്ലാസിക്കുകളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ വായിച്ച പുസ്തകങ്ങൾ. അപ്പം ഞാനും വളരെ അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച്, കാര്യം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു നമ്മൾ വിചാരിക്കില്ല. അപ്പോൾ കിട്ടുന്ന സമയങ്ങൾ നല്ല നല്ല പുസ്തകങ്ങൾ, അത് വെറുതെ ഏതെങ്കിലും ചവറ് ഇതൊക്കെ വായിച്ചതല്ലേ, നല്ല കനപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലമുള്ള ആളാണ്. പിന്നെ ഈ മുഖ്യധാരാ സിനിമകൾക്കൊപ്പം തന്നെ ചില സമാന്തര സിനിമകളിലും വളരെ ശ്രദ്ധേയമായ ചില വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടൂർ സാറിൻ്റെ സിനിമകളിലായിരുന്നാലും ടി വി ചന്ദ്രൻ സാറിൻ്റെ സിനിമകളിലായാലും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ സിനിമ ഇല്ലാണ്ട് ഇരിക്കുന്ന ദിവസങ്ങളിലും നിങ്ങൾ കാണാറുണ്ട്? ഞങ്ങൾ ഇടയ്ക്ക് മിക്കവാറൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ കുടുംബമായിട്ട് ഇപ്പോൾ ശാന്ത ചേച്ചിയൊക്കെ ആയിട്ട് എനിക്ക് നല്ല, എൻ്റെ കുടുംബമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ പോകും. ശാന്ത ചേച്ചി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ആത്മാർത്ഥമായൊരു ബന്ധം ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്ദ്രൻസിന് പൊതുവെ സുഹൃത്തുക്കൾ കുറവാണല്ലേ സിനിമയിൽ തന്നെ? അങ്ങനെ എല്ലാവരുടെ നല്ല ബന്ധമാണ് അല്ലേ? എന്നാലും വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് പ്രേംകുമാറുമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. വിശേഷങ്ങൾ ഇനി ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ചോദിച്ചറിയാനായിട്ട് അല്ലേ? മെല്ലെ മെല്ലെ ചോദിച്ചറിയണം. ഇന്ദ്രൻസിൻ്റെ മറ്റൊരു മുഖം കൂടി ഉണ്ടോ നമ്മളറിയാം. പുതിയ പുതിയ മുഖങ്ങൾ ഇങ്ങനെ വരട്ടെ പുറത്തോട്ട് അല്ലേ? അപ്പോൾ പ്രേംകുമാർ, സന്തോഷം. ഓക്കെ, താങ്ക് യു.